ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലോവസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. സോ ലോവസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. എന്നിട്ട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കളയാം. ജസ്റ്റ് കാണിച്ചു തരാം. 22നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11 കിട്ടും. 11 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. സോ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പറ്റും. സോ 22 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 11 എന്ന് എഴുതാൻ പറ്റും. സെയിം രീതിയിൽ 121 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടും പറ്റില്ല, ആകെ 11 കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. ദാറ്റ് ഈസ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 ഇൻറ്റു 11 എന്നാണ് കിട്ടുക. സോ 11 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 121. ദെൻ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 11 ആണ്. ഞാൻ ഒറ്റയടിക്ക് ഇവിടെ ഡിവൈഡ് ചെയ്ത് കളയാണ്. സോ ഇവിടെ കട്ട് ചെയ്ത് കളയാന്നും പറയും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കളയാണ്. സോ ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്ത് വരും? 2/11 ആൻസർ കിട്ടും. ഇവിടെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. 22/121 എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിവൈഡഡ് ബൈ 11 ഡിവൈഡഡ് ബൈ 11. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ 11 അവിടെ നിന്ന് മായ്ച്ചു കളയുക. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 121 എന്ന് പറയുന്നത് 11 ഇൻറ്റു 11 ആണ്. അതിൽ നിന്ന് ഒരു 11 ഡിവൈഡ് ചെയ്ത് കളയുകയാണെങ്കിലോ ബാക്കി ഒരു 11 കിട്ടും. സോ എഗെയിൻ 2/11 എന്ന് പറയാൻ പറ്റും. എപ്പോഴാണ് മനസ്സിലാവുക നമുക്ക് ഇത് ലോവസ്റ്റ് ഫോമിലാണെന്ന്? ഇതുപോലെ 2ഉം 11ഉം പ്രൈം നമ്പേഴ്സ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് കോമൺ ആയിട്ട് വേറെ നമ്പേഴ്സ് ഒന്നും, കോമൺ ആയിട്ട് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല 2നും 11നും. വേറെ ഒന്നും കൂടെ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ കിട്ടിയേക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ലോവസ്റ്റ് ഫോമിലാണെന്ന്. ദെൻ വാട്ട് യു മീൻ ബൈ കോ പ്രൈം നമ്പേഴ്സ്? നമ്മൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2ഉം 3യും, നമ്മൾ 2വിന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 1ഉം 2ഉം കിട്ടും. അതുപോലെ 3യുടെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 1ഉം 3യാ കിട്ടുക. ഇവിടെ കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളതിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഫ്രാക്ഷൻസ് റെഡ്യൂസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതാണ് അവരുടെ ലോവസ്റ്റ് ഫോം എന്ന് പറയാം. ഇനി 2ഉം 3യും എന്ന് പറയുന്നത് ഓൾറെഡി പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്ക് ഒരു കോമ്പോസിറ്റ് ഒരു പ്രൈം കൊടുത്തു നോക്കാം. 4 and 5 എടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1, 2 and 4 വരും. ദെൻ 5ന്റെയോ 1 and 5. എഗെയിൻ ഇവിടെ 1ഉം മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. സോ 4ഉം 5ഉം കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ദെൻ സോ കോപ്രൈം നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് ആ ഫ്രാക്ഷൻ തന്നേക്കണ ഫ്രാക്ഷനിൽ ലോവസ്റ്റ് ഫോം എന്ന് പറയാൻ പറ്റും. സെയിം രീതിയിൽ സെക്കൻഡ് വൺ 36/81. 36നെ അഗെയിൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 3 കൊണ്ട് ചെയ്യുമ്പോൾ 12 കിട്ടും. അഗെയിൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ 36നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. സെയിം രീതിയിൽ 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ൽ 3 2 ടൈംസ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 6, ബാലൻസ് 2 വന്നു. 21ൽ 7 ടൈംസ്. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഇൻറ്റു 9 ആണ് 27. അഗെയിൻ 3 കൊണ്ട് ചെയ്താൽ 3 തന്നെ കിട്ടും. സോ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വരും. നോക്കുമ്പോൾ അറിയാം ഒരു 3 ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഒരു 3 അഗെയിൻ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും. അഗെയിൻ 4ഉം 9ഉം കോപ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് നിർത്താൻ പറ്റും. വേറെ രീതിയിൽ ഇനി ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണതാണ് എപ്പോഴും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും. 81ഉം 36ഉം 81ഉം 9ന്റെ ടേബിളിലുള്ളതാ. സോ ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ എന്ത് കിട്ടും? 4/9 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. എപ്പോഴും ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും വേഗം ആൻസർ കിട്ടാൻ എളുപ്പമാണ്. സോ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 48/64. അഗെയിൻ 48 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 2ൽ 4ൽ 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്. അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. ദെൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ 48നെ എങ്ങനെ എഴുതാൻ പറ്റും? 1 2 3 4. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. ദെൻ താഴെയുള്ള 64 2 കൊണ്ട് ചെയ്യുമ്പോൾ 32. ദെൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16. 2 കൊണ്ട് ചെയ്യുമ്പോൾ 8. 2 കൊണ്ട് ചെയ്യുമ്പോൾ 4. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ 1 2 3 4 5 6.
2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? ഒരു 1, സോറി ഒരു 2, സെക്കൻഡ് 2, തേർഡ് 2, ഫോർത്ത് 2. സോ ബാലൻസ് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ 3 മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇവിടെ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. സോ ഇവിടെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത് 3/4 ആണ്. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം രണ്ടും 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ്. 48 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 6 വരും, താഴെ 64 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 8 വരും. സോ 8 കട്ട് ചെയ്ത് കളയാൻ പറ്റും. ദെൻ 6/8 എന്ന് പറയുമ്പോൾ 6നെ എന്ത് എഴുതാൻ പറ്റും? 2 ഇൻറ്റു 3. ദെൻ 8നെയോ 2 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. എഗെയിൻ 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 3/4 എന്ന് തന്നെ ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഇതുപോലെ ആൻസേഴ്സ് കിട്ടും.